നിങ്ങളൊരു സഞ്ജു സാംസൺ ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കറിയാം രാജസ്ഥാൻ റോയൽസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാണ്. 2 കളി കളിച്ചു, 2ലും ദയനീയ തോൽവി എന്ന് തന്നെ പറയാം. അതായത് ആദ്യത്തെ കളിയിൽ കുറച്ചെങ്കിലും പൊരുതി എന്ന് പറയാം, രണ്ടാമത്തെ കളിയിൽ അനായാസമായിട്ട് പരാജയപ്പെടുകയാണ് രാജസ്ഥാൻ റോയൽസ്. എന്തായാലും രാജസ്ഥാൻ ആരാധകർ ഇപ്പോൾ പറയുന്നത് എത്രയും പെട്ടെന്ന് സഞ്ജു സാംസനെ ക്യാപ്റ്റനായിട്ട് തിരിച്ചു കൊണ്ടുവരിക എന്നാണ് അവർ പറയുന്നത്. അതിനെക്കാട്ടി വലിയ വഴിയൊന്നും ഇനി അവരുടെ ഫ്രണ്ടിലില്ല. കാരണം ഓൾറെഡി ഒരു അത്ര മികച്ച പ്ലേയേഴ്സിനെ അല്ല രാജസ്ഥാൻ വിളിച്ചെടുത്ത ഓപ്ഷനിൽ നിന്നുണ്ടായിരുന്നു. സോ എന്തായാലും ആ ഒരു സംഭവം തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. സോ 2 കളി 2 തോൽവി. സോ നമുക്കറിയാം രാജസ്ഥാൻ കഴിഞ്ഞ 3-4 വർഷമായിട്ട് നല്ലൊരു തുടക്കം കിട്ടിക്കൊണ്ടിരുന്ന ഒരു ടീമായിരുന്നു. ബട്ട് ഈ ഒരു സീസൺ നമുക്കറിയാം ടീമിലെ ഒരു പ്രശ്നവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളുടെ കുറവും വലിയൊരു ഇഷ്യൂ തന്നെയാണ്. സോ എന്തായാലും 23 വയസ്സ് മാത്രമുള്ള റയാൻ പരാഗാണ് ഇപ്പോൾ ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ മാറ്റിയിട്ട് എത്രയും പെട്ടെന്ന് സഞ്ജു സാംസൺ ക്യാപ്റ്റനായിട്ട് വരാനാണ് എല്ലാവരും പറയുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സഞ്ജു സാംസണും കോച്ചും എല്ലാം തന്നെയാണ് ആ ഒരു കളി നിയന്ത്രിക്കുന്നത്. സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാൻ ശ്രമിക്കുക. സഞ്ജു സാംസൺ വന്നു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ വരുമോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ.